ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കല്ല് ഞാൻ അടിച്ച് പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര്. അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളു. ഒരു കാര്യമില്ലാതെ അടിയും തെറി ഇരന്ന് വാങ്ങാനൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. എന്താണ് ഇവൻ പറഞ്ഞത്? ഇവനും കണക്ക് ഇവൻ്റെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. എടോ പിന്നെ പോട്ടെ, ഈ അഖിൽ എന്താണ് പറഞ്ഞത് അത് നമുക്ക് ഈ കുറച്ചൊക്കെ തലയിൽ വെള്ളിയാഴ്ചയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞോട്ടെ, അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. ഇനി ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടോ അല്ല, ഇപ്പം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമേ പറയണ്ടായിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഈ അപ്സര, ഇവൻ്റെ ഭാര്യ അപ്സര ബിഗ് ബോസിലുണ്ട്. അപ്സരനെ കുറിച്ച് അഖിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. അഖിൽ എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. പക്ഷെ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇവൻ അഖിലിൻ്റെ അമ്മേനെ പറ്റി പറയുന്നു ഡയറക്റ്റായിട്ട്. അഖിലിൻ്റെ അമ്മേനെ പറ്റി, കാരണം വെച്ചാൽ ഇവൻ്റെ ഭാര്യനെ ഇവൻ്റെ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഏറ്റവും രസം. ഇവൻ അഖിലിൻ്റെ അമ്മേനെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞ് നേരെ അപ്പം തന്നെ ഭാര്യനെ പറ്റി പറയുന്നു. പക്ഷേ കുട്ടിയോളെ പറഞ്ഞിട്ടുള്ള അവൻ്റെ ആ ഒരു എത്രത്തോളം മോശമാണ് നിൻ്റെ മനസ്സ്. നീ എത്രത്തോളം വലിയ തെണ്ടിയാണ് നീ. നീ എന്താ ഇവനോട് പറയുക? ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇവനെതിരെ ഇതിനൊരു കേസ് എടുക്കണം എന്നുള്ള. കാരണം മിക്കവാറും ഇവനെതിരെ കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ കുട്ടികൾ അത്രയും മോശമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും അഖിൽ പറഞ്ഞ വിഷയം എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കിടക്കുന്നതിന് മുന്നേ പറയാം. അത് അറിയുന്ന ആൾക്കാർ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇവനെ, അല്ലെങ്കിൽ നമ്മൾ കേട്ട ഉടനെ ചെയ്ത കാര്യമായിരിക്കും ഇവനെ രണ്ട് തെറി. ആ തെറി അഖിൽ കൊടുത്തു, നല്ല സൂപ്പറായി കൊടുത്തു. അതുകൊണ്ട് ഞാൻ അടുത്ത പ്ലേ ചെയ്യാൻ പോകുന്ന പോർഷൻ ദയവ് ചെയ്ത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് മാത്രം കേൾക്കുക. ഒന്ന്, രണ്ടാമത് കുട്ടികൾ ദയവ് ചെയ്ത് കേൾക്കാതിരിക്കുക. ഇത് നമുക്ക് പ്ലേ ചെയ്യാം. കാരണം വെച്ചാൽ ഇത് അഖിലിൻ്റെ ഒരു വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ട്. ആ വോയിസ് നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഹലോ ഹലോ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങളങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചത്? ആദ്യം എന്താ ചോദിച്ചത്? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ എന്താ പറഞ്ഞല്ലേ? എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ നല്ല അങ്ങനെ പോലത്തെ മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാന്നോടാ? അത് എടാ നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി ഒന്നും. എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, എനിക്കൊരു മൈരുമില്ലടാ മൈരേ. നീ നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കല്ല് ഞാൻ അടിച്ച് പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ഞാൻ മനസ്സിലായത്. നീ സ്വഭാവമല്ല. നീ മിണ്ടാതില്ല, പറയുന്നോട് കേൾക്കാം. നീ ആവശ്യം എനിക്ക് എന്താണ്? നീ വല്ലാണ്ട് ഒച്ച എടുക്കല്ലേ? നീ നിന്റെ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി ഉണ്ടാക്കിയാൽ മതി. ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് നീ നാട്ടുകാർ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. ഫുള്ള് വോയിസ് വരാൻ കിടക്കണല്ലോ കേട്ടോ. സീരിയസ് ആയിട്ട് 2 ദിവസത്തിനുള്ളതിൻ്റെ ഫുൾ വോയിസ് വരും നാളെ കയറ്റിട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി കാണിക്കാം. വല്ല ആവശ്യമുണ്ടോ ഇതുപോലെ അടി തെറി ഇറന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ? അടിയും തെറിയും തന്നെ വേണം പറയാം. അതിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ടോ, നിന്നെ വേറെ ആരെങ്കിലും തല്ലിക്കൊന്നാൻ എനിക്കറിയില്ല എന്ന്. കാരണം വെച്ചാൽ എന്താവശ്യമുണ്ട് ഈ മക്കളെ പറ്റിയൊക്കെ, ചെറിയ കുട്ടികളൊക്കെ പറ്റിയിട്ടൊക്കെ പറയേണ്ടവല്ലേ? അത് ആരുടെ മക്കളാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ അഖിൽ പറഞ്ഞത് എന്താ? സത്യത്തിൽ അഖിൽ പറഞ്ഞത് പല ഇൻഡസ്ട്രികളിലും ബിഗ് ബോസിൽ മാത്രമല്ല, കാരണം ഇതൊക്കെ ഇത് കുറച്ചൊക്കെ മനസ്സിലാക്കണം. അതായത് പല ഇൻഡസ്ട്രികളിലും, അതായത് ഇപ്പോൾ സ്ഥാപനങ്ങളിലാണെന്നുണ്ടെങ്കിലും, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാണ്, മലയാളം നല്ല ലോക ഫിലിം ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന പരിപാടി ഉണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരും അത് ചെയ്തു എന്നുമല്ല, എല്ലാവരും അതിന് ഇരയായി എന്നുമല്ല. അതിന് ചില ആൾക്കാരുണ്ട്, അങ്ങനെ ഫേവർ പറ്റി കയറിയ ആൾക്കാരുണ്ട്. അവർ ഈ കാര്യങ്ങൾ തുറന്നു പറയില്ല. അതുപോലെ തന്നെ ബിഗ് ബോസിലുണ്ട്. കാശിൻ്റെ ഇഷ്യൂ പറഞ്ഞു,
പ്ലസ് അതിൽ സ്ത്രീകളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പല വാഗ്ദാനങ്ങളും പരിപാടികളും നൽകിയിട്ട്, അതായത് അവരവരെ കഴിവ് കൊണ്ട് തന്നെ സെലക്റ്റഡ് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ആൾക്കാർ ഇത് ഇവരുടെ കാരണം കൊണ്ടാണ് ഇവർ ഉള്ളിൽ സെലക്റ്റഡ് ആയി എന്ന് കാണിച്ചിട്ട് അവരുടെ നിന്ന് ഇതുപോലുള്ള സെക്ഷൽ ഫേവേഴ്സും മറ്റുള്ള കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടി ചതിക്കുഴിയിൽ പെടുത്താൻ വേണ്ടി ആൾക്കാരുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടന്ന വിവരങ്ങൾ അഖിലിനോട് ചില ആൾക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ചില അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ചില സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 പേര് ലൈവിലും കാര്യങ്ങളിലും നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുകയും ചെയ്തു. ഇതാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അഖിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഇതിൽ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും പറയുന്നില്ല, ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ അഖിലിന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവരൊന്നും ഒരിക്കലും അത് തുറന്നു പറയാൻ പോകുന്നില്ല. അതിൻ്റെ പേരിൽ അഖിലിന് ഒരിക്കലും ഒരു കാരണവശാലും അഖിലിനെ സംബന്ധിച്ച് ഇങ്ങനെ ആൾക്കാരുടെ ഇരകളുടെ പേരൊന്നും ഒരാൾക്കും പുറത്ത് പറയാൻ പറ്റില്ല. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ പേര് പറഞ്ഞൂടെ, അവരെ പേര് പറഞ്ഞൂടെ. അതൊന്നുമല്ല പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വിഷയം തുടങ്ങിയതിന് എവിടുന്നാന്നുള്ളത് മനസ്സിലാക്കണം. ഈ വിഷയം തുടങ്ങിയത് തന്നെ സിബിൻ്റെ കാര്യം കേട്ടത് മുതലാണ്. കാരണം സിബിൻ്റെ കാര്യം കേട്ടത് മുതൽ ഒരാവശ്യമില്ലാത്ത അഖിലിനോട് ആ ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ തോന്നുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷമം സിബിനോട് തോന്നിയ സ്ഥലത്തുനിന്ന് ഏഷ്യാനെറ്റിൻ്റെ ഈ ഷോയിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അഖിൽ പറഞ്ഞ സമയത്ത് അഖിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണത്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്ന് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുകയും ചെയ്തു. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. അതിനുശേഷം അത് ആദ്യം റോബിൻ പറഞ്ഞു, അതിന് ശേഷം കിഡ്ലം ഫിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കിഡ്ലം ഫിറോസ് ഇതേ സിറ്റുവേഷൻ പറഞ്ഞു. കിഡ്ലം ഫിറോസ് ഇങ്ങനത്തേനും കൂടി പറഞ്ഞു, അതായത് വീട്ടിലുള്ളവരെ വിളിച്ചിട്ട് ഇങ്ങനെ തോന്നിയാസം പറഞ്ഞു. അത് ആര് പറഞ്ഞു? അതിലുള്ള ചില വ്യക്തികൾ പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാണ്ട് അഖിൽമാരെ എവിടെയെങ്കിലും പറഞ്ഞോ അപ്സര എങ്ങനെ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കണം എന്നുള്ളത് ഒരാവശ്യമില്ലാണ്ട് സ്വന്തം പല്ല് കുത്തി മണപ്പിക്കല്ലേ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരാവശ്യമില്ലാതെ മര്യാദയ്ക്ക് നിൽക്കുന്നത്. അപ്സര ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്സര ഔട്ടായി എന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്സര ഇപ്പോൾ ഏകദേശം ഇതോടുകൂടി അടുത്ത പരിപാടി അതിനെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയും കൂടി ആയിട്ടുണ്ട്. പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു അഖിൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരാണ് സീരിയസ്ലി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശസ്തി വേണം, 4 ആൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഇവരൊന്നും ഒരാളും അറിയില്ല. ഞാൻ ഇതിൻ്റെ രസം എന്താ അറിയോ, ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കേട്ടോ, ഇതിൻ്റെ ഇവൻ പറഞ്ഞതിൻ്റെ കമൻറ്റ് ബോക്സിനോട് അമ്മൂസ് 9683 ഒരു സ്ത്രീ ഓക്കെ അഖിലിനോട് ആരെങ്കിലും ചോദിക്കണമെന്ന് തോന്നിയ ചോദ്യം ഇപ്പോൾ ആൽബി ചോദിച്ചല്ലോ, നന്നായി. അഖിലിനൊരു വിചാരമുണ്ട്, അയാൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളത്. 312 കഴുതകൾ ലൈക്കും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ആലോചിച്ച് നോക്കുകയാണ്, ആ കുട്ടികൾ പറഞ്ഞത് ആർക്കായാലും ഫസ്റ്റ് ഞാനത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഒരു മനുഷ്യൻ കുറച്ചെങ്കിലും ബുദ്ധിയും വിചാരമുള്ളൊരു മനുഷ്യൻ, അത് മനസ്സത്രയും മോശമാണ്. കുട്ടികളെപ്പോലും ആ രീതിയിൽ കാണുന്നവെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ കാശിന് കുറച്ച് ടൈറ്റ് വരുവാക്കില്ല, അതെന്താ ആൽബി സൂപ്പർ മറുപടി. പിന്നെ സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങളെ പേര് പറഞ്ഞാൽ മാത്രം മറുപടി പോരാ. പിന്നെ ആൽബി ചേട്ടൻ മറുപടി പറഞ്ഞത് ആ ഷോയിൽ പുള്ളിയുടെ വൈഫുണ്ട്, അഖിൽ ഇത്രയും മാന്യനാണെങ്കിൽ ഏഷ്യാനെറ്റ് പൈസ തിരിച്ചു കൊടുത്തിട്ട് അത് അഖിലിനെതിരെ ഹെയ്റ്റ് സൂപ്പർ എന്നാണ് പറയാൻ ആഗ്രഹിച്ചത്. സൂപ്പർ എല്ലാവരും തന്നെ പറയണത്. കാരണം എന്താണ് ഈ കമൻറ്റ് ബോക്സിൽ ആൾക്കാരുടെ മനസ്ഥിതി ആലോചിച്ച് നോക്കുക. ആ കുട്ടികളുടെ കേസ് പറഞ്ഞിട്ട് പിന്നെ അവർ മ്യൂട്ടാക്കിയിട്ടുണ്ട്. കാരണം അല്ലാത്തൊരു ക്ലിപ്പ് ആ കുട്ടികൾ എന്നുള്ളൊരു പേരുള്ള ആ ഒരു സെൻറ്റൻസ് പറയുന്ന ആ ഒരു ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇവരിപ്പോൾ അത് അവർ അവിടെ ആ ഒരു ടൂക്ക് എന്നുള്ള സംഗതി ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇയാൾ വോയിസ് ക്ലിപ്പ് ഇറങ്ങി കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അഖിലിൻ്റെ വായന്ന് കേക്കും ചെയ്തിരിക്കുന്നു. നല്ല കെട്ടൽ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അഖിലിൻ്റെ അടുത്ത് 2 കിട്ടുമെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ അഖിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾ തന്നെയാണ്. കാരണം വെച്ചാൽ മാത്രമല്ല ആ രീതിയിലുള്ള ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടുകാരെ പറയണ പോലെയാണോ സ്വന്തം ചെറിയ കുഞ്ഞു മക്കളെ പറയുന്നത്? ആ കുട്ടികൾ 2 കുട്ടികൾ പ്രകൃതിയും പ്രാർത്ഥനയും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഒരു കാര്യം ഇത്രേ പറയുള്ളൂ, അപ്സരയ്ക്ക് അവിടെ നിന്നുള്ള പെട്ടിയും കിടക്കൊക്കെ റെഡിയാക്കി വെക്കാം. കാരണം വെച്ചാൽ വോട്ടിംഗ് എന്നൊരു പരിപാടി ബിഗ് ബോസിലുണ്ടെങ്കിൽ അത് സുതാര്യമായിട്ടുള്ളൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് ബുദ്ധിയും വിവേകവും ഇതുള്ള എന്താ പറയുക അരിയാഹാരം കഴിക്കുന്നുള്ള മനസ്സ് കുറച്ചെങ്കിലും ഇതുപോലെ വികൃതമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അത് ഒന്നും കൂടി മാറ്റി ചിന്തിക്കും ഈ വോട്ടിങ്ങിൻ്റെ സംഭവം.